like I ain't never had it, never had it. Breathe you in, never quit. I don't wanna live without it, live without it. I got you on my mind and I can't get you out. My head is spinning, I don't wanna slow it down. I love you like it's all I ever knew. 'Cause whenever I'm with you, it's all good, it's all good. Everything is all good, all good. Everything is all dream. We made something out of nothing, out of nothing. Free fall in your arms just because I know you got me, I know you got me. Oh, I got you on my mind and I can't get you out. My head is spinning, I don't wanna slow it down. I love you like it's all I ever knew. 'Cause whenever I'm with you, it's all good, it's all good. Everything is all good, all good. Everything is all പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാവത്തിൽ വീഴാതെ ദുഷ്കാര്യമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നേടിയതാകുന്നു. ആമേൻ. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനായി ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവനു വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അജയനെയും അലീഷനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാറിയ ഔസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഗർഭഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. By now
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാവണമേ. രാജ്യവും ശക്തിയും മഹത്വവും നീക്കിയുണ്ടാമേ. സ്നേഹരാജനായ ഈശോയെ, ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതരായി ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഭാവയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളെ അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടിലും ഇപ്പോൾ പ്രാർത്ഥനയും ദൈവത്തിന്റെ ആശ്രയം യാചിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ചടങ്ങുകളും ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവവരപ്രസാദം ഞങ്ങളുടെ ഈ കുർബാനയിലും കർമ്മങ്ങളിലുമൊക്കെ ഉണ്ടാകണമേ എന്നും സന്തോഷത്തോടുകൂടി എല്ലാവരും ചേർന്ന് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും ഭക്ഷിക്കുവാനും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കാനായിലെ കല്യാണ വേളയിൽ അമ്മയുടെ സാന്നിധ്യം എത്രമാത്രം അത്ഭുതമുണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലും സന്തോഷത്തിലും ആഘോഷത്തിലും അമ്മയുടെ സജീവ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Slowly falling down like raindrops, raindrops. The pitter-patter on the rooftops, rooftops. My breath is clouding at the window, window. Thoughts dissipating into shadow, shadow. I'm staring out, counting raindrops, raindrops. Splashing down on the rooftops, rooftops. People hide beneath umbrellas, umbrellas. Dancing between little rivers, rivers. Crashing down into you. She told me I wanna move. Crashing down into you. The raindrops are pouring down, but all I can hear is the sound of your voice inside my head. The raindrops are pouring down, but my feet don't touch the ground because of everything you said. My beating heart always tick-tocks, tick-tocks. But when I think of you, my heart stops, heart stops. The rhythm of my life is changing, changing to a tempo that is racing, racing. I'm losing count of the tick-tocks, tick-tocks. The endless times when my heart stops, heart stops. All I can do is sit here waiting, waiting. Try to keep my hope from fading, fading. Crashing down into you. She told me I wanna move. Crashing down into you. The raindrops are pouring down, but all I can hear is the sound of your voice inside my head.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയടച്ചീട പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നിങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. നിന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു.
രാജപുത്രയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാട്ടിടുവിൻ, പാട്ടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ കൃതജ്ഞതയെ അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം.
ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രദർശിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുന്നിൽ കീർത്തന മധുവായാനോടും കീഴട്ടെ. മനോഗ്രഹ പൂരിത കവിത തൂരിക പോരിന്നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരീസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട മക്കൾ അജിയും അലീഷയുടെയും വിവാഹത്തിന് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. രണ്ട് മക്കൾക്കും എല്ലാവിധ നന്മകളും ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഒരു ദൈവവചനം മാത്രം ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ദൈവം
പുരുഷനെ നോക്കിയിട്ട് പറഞ്ഞു, അവൻ ഏകനായിരിക്കുന്നത് ഒന്നല്ല, അവന് അനുയോജ്യയായ ജീവിത പങ്കാളിയെ നൽകും. ദൈവത്തിൻ്റെ മനുഷ്യകുലത്തിനോടുള്ള ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യയായ അല്ലെങ്കിൽ അനുയോജ്യനായ ജീവിത പങ്കാളിയെ നൽകും എന്നുള്ളത്. വചനം സത്യമാണ്, ദൈവം സത്യമാണ്. ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത്. അജിയും അലീഷയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരുപക്ഷെ ആലോചനകളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. ദൈവം മനസ്സിൽ കണ്ട അനുയോജ്യരായ 2 പേരെ തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ഇന്നു മുതൽ തുടങ്ങുകയാണ്. കാരണം ദൈവത്തിൻ്റെ വാക്ക് പാലിച്ചു. അനുയോജ്യരായ 2 പേരെ ദേവാലയത്തിലേക്ക് ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളിലേക്ക് മുൻപിലേക്ക് കൊണ്ടുവന്നു. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ അനുയോജ്യത എന്ന് പറയുന്ന നന്മ ജീവിതാവസാനം വരെ കൊണ്ട് നടക്കുക എന്ന്. അജയ് വാവച്ചയെ നോക്കുമ്പോൾ, അലീഷയെ നോക്കുമ്പോൾ ഏറ്റവും അനുയോജ്യയായ ജീവിത പങ്കാളിയാണെന്ന് മോൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഭാവിയും അതുപോലെ തന്നെ അജയ്യെ നോക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ഏറ്റവും അനുയോജ്യനായ ജീവിത പങ്കാളിയാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. പരസ്പരം കുറ്റം ആരോപിക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, എൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. കാരണം ദൈവം മനുഷ്യകുലത്തെ മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞത് വളരെ നന്നായിരിക്കുന്നു എന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത്. അപ്പം നമ്മൾ ആരും മോശക്കാരല്ല. നമ്മുടെ ഉള്ളിലെ തിന്മകൾ കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ ഉള്ളിലെ തിന്മ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുവാനായിട്ടുള്ള ഏക ആശംസ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. ദൈവം പറഞ്ഞു ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ നൽകുമെന്ന്. ഇത് ദൈവം നൽകിയിട്ടാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ അനുയോജ്യത അവസാനം വരെ കാത്തുകൊണ്ടു പോവുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഇത് തന്നെയാണ്. ജീവിതാവസാനം വരെ പരസ്പര ധാരണയോടും സ്നേഹത്തോടും ഐക്യത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുക എന്ന് ഇന്ന് വചനം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇതാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ്റെ വികലതകൾ കൊണ്ടോ ദുഷ്ടശക്തികൾ കൊണ്ടോ വേർതിരിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. ദുഷ്ടശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടയുണ്ടാവാതിരിക്കട്ടെ. നമുക്ക് രണ്ടും പ്രിയപ്പെട്ട മക്കളാണ്. എൻ്റെ ചേട്ടൻ്റെ മോളാണ് അലീഷ, ഞങ്ങളുടെ വാവച്ചി. വളരെ ശാന്തമായ സ്വഭാവമുള്ളവരാണ്. തീർച്ചയായിട്ടും അജയും അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും കണ്ടപ്പോഴും ഞങ്ങളുടെ ബന്ധുക്കളുമെല്ലാം അജയെക്കുറിച്ച് പറഞ്ഞത് വളരെ ശാന്തമായ സ്വഭാവമുള്ള ആളാണ്. ദൈവം യോജിപ്പിച്ച 2 മക്കളാണ്. ഈ ശാന്തതയും സ്വസ്ഥതയും ദൈവത്തോടുള്ള ഭയവുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളും ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ആനന്ദിക്കുക പ്രിയപുത്രേ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രേ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ.
ശ്രീധരമായി നിനക്ക് നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവനബലിയായി ആനന്ദിക്കുക പ്രിയപുത്രേ ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇടാ തിരുമണവാളൻ മണവഴികൾ നയിച്ചല്ലോ. രണ്ട് സാക്ഷികൾ മുൻപോട്ട് കയറി നിൽക്കുക. ചോദിക്കുന്നതിന് മറുപടിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയണം കേട്ടോ. ജോസഫ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബ്രിജിറ്റിനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ബ്രിജിറ്റ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യവേദ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യവേദ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യവേഗ പിതാവും കന്യാംബികയും ഓമൽ സുതരാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതരാമീശോയും കുടുംബമായാവേദിയെ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ.
വലിയ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. കൈകൂപ്പി. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായി മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോ നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ. എന്നെ നീയാക്കി മാറ്റിടേണമേ. നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയേ ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാ. കനലോടു ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാ. നാളെ
എത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. കടലോടു ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാൻ. എത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞൊഴിയാകാൻ. എത്രയായി ഞാൻ ആശിപ്പൂ ഈശോയേ, നീയാം കടലിൽ ഞാൻ അലിഞ്ഞൊഴിയാകാൻ. എന്നിലലിഞ്ഞോ നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞോ ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാടാ, എന്നെ നീയാക്കി മാറ്റിടണമേ. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എന്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. കർത്താവായ മിശിഹായി ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയ ഔസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. വിവാഹമെന്ന കൂദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
still care. Carry you with me. Like a fading memory. Go where nothing keeps the air from rushing in. So my heart can breathe again. The bride and the bridegroom, Alicia Bridget Joseph, the gorgeous, alluring lady of the day, and Ajay Agassi, the elegant and bewitching youth of the day. Ajay Agassi is the eldest son of Mrs. Minnie Agassi and Mr. Augustine A.G. Altrapambil. He is a software engineer presently working in Infosys Limited, Trivandrum. Bride Alicia Bridget Joseph is the youngest of two daughters of Mrs. Somi Joseph and Joseph G. Srambika of Kaingulam Parish of Pulingun, Alapura. She has completed her studies and presently working in earnest at the Young International Company and Kakanad Infopa. Let me introduce the parents of the bride and the groom. Ajay's father is a retiree from the KSCB as sub-engineer and presently leading a peaceful retirement life. His mother, Minnie Augustine, belongs to Varakil family of Endayar and is an excellent homemaker. Alicia's father, Joseph G. Srambika, is a professor at Mount Sir Engineering College, and her mother, Somi Joseph, is a homemaker, having her base in Kottayam district. Now let's invite the siblings of the bride and the bridegroom. Alicia's elder sister Annie is married to Kevin and is settled in Canada. Ajay is blessed with two amiable younger sisters, Anita and Meera. Anita is doing house surgery at the Medical College, Kottayam. And Meera, the youngest, is an employee with Larsenal Tubro Limited, the international company in Bangalore. Now the picture is complete on the stage. It's a great moment. Along with the parents and the bridegroom and the bride were all set to start a new journey. As a token of their faith in the Almighty and as a beginning, they are going to light the candle. നമുക്ക് പ്രാർത്ഥിക്കാം, ഇരുട്ടവരെ ഒരിക്കലും വലയം ചെയ്യാതിരിക്കട്ടെ എന്ന്, നിത്യപ്രകാശം അവരെ നയിക്കട്ടെ എന്ന്. It's time for cutting the cake. It is highly significant at the onset of a new life. It's a traditional way to show the couple's love and commitment to each other. Let's pray and hope that the life will be sweeter than this cake. Cake cutting-നായി മമത ചേച്ചിനെ എമിലേറ്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അലീഷയ്ക്കും അജയ്ക്കും മധുരം വെക്കട്ടെ. അലീഷയ്ക്കും അജയ്ക്കും മധുരം വെക്കട്ടെ. അലീഷയ്ക്കും അജയ്ക്കും മധുരം വെക്കട്ടെ. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do. Wine represents the love that strengthens each year. ഏറ്റവും നല്ലത് ഏറ്റവും അവസാനം വരെ നൽകുന്ന വീഞ്ഞ് പോലെ ഇവരുടെ ജീവിതവും മേൽക്കുമേൽ മധുരിതമാകട്ടെ. Touch me like you do. What are you waiting for? Fading in, fading out, on the edge of paradise. Every inch of your skin is a holy grail I've gotta find.
find. ഞാൻ അജയുടെ പപ്പയാണ്. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബന്ധുക്കളും കൂട്ടുകാരും അയൽക്കാരും എല്ലാവരെയും നമ്മുടെ ഈ സ്നേഹവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 'Cause I'm not thinking straight. My head's spinning around. I can't see clear no more. What are you waiting for? Love me like you do. Love me like you do. Like you do. Love me like you do. Love me like you do. Touch me like you do. Touch me like you do. What are you waiting for? Love me like you do. Love me like you do. Like you do. Love me like you do. Love me like you do. Touch me like you do. Touch me like you do. What are you waiting for? I found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. I found us reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine.
my darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands tonight. I'll carry everyone. I'll be your hideaway, somewhere you can't escape, a shelter where you'll be safe. Just slow down, catch your breath, come on and lay your head down next to mine. We'll build a world inside these walls where it's only you and I. I'll be your hideaway, somewhere you can't escape, a shelter where you'll be safe to breathe out. Sleep, my darling, close your eyes. I'll hold you till the morning comes. Leave your worries in my hands tonight. I'll carry everyone. I'll be your hideaway, your hideaway. Somewhere you can't escape, I'll keep you safe. I'll be your hideaway, your hideaway. Somewhere you can't escape, I'll keep you safe. What if we become? Tell me all the things you've done for love, all the things you've done for love. I'll hold tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you, for you. നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം, നന്മയുടെ മുഖപാലത്തിനായി നന്ദിയേകിടാം,
അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശംശിയായി